അപ്പോൾ ഇന്നത്തെയും പോലെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 18 ക്യാരറ്റിൽ കുറച്ച് നെക്ലസ് വന്നിട്ടുണ്ട്. ചെറിയ നെക്ലസുകളാണ്. അതിൻ്റെ തൂക്കമാണ് നിങ്ങൾ ഞെട്ടുന്നത്. വെറും 680 മില്ലിഗ്രാം മുതലാണ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. വാലൻറ്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ്. സംഭവം ഇന്നലെ വന്നത്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴത്തുള്ളിയുടെ പോലത്തെ ഒരു ലോക്കറ്റും പിന്നെ പരസ്പരത്തിൻ്റെ ഏകദേശം 1.5 ഇഞ്ച് ഗ്യാപ്പിൽ 2 ബോൾസാണ് അതിനകത്ത് വരുന്നത്. സംഭവം 18 ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് ബലം നമ്മൾ അവകാശപ്പെടുന്നില്ല. അറിയാലോ, 680 മില്ലിയാണ് അതിൻ്റെ തൂക്കം വരുന്നത്. ആ ബലം അതിനുണ്ടാവും. പിന്നെ ലോക്കറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ഗ്ലേസിങ് ഉണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റ് നോക്കി അറിയാൻ പറ്റും. ഒരു പ്രത്യേക ഒരു വർക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോക്കറ്റ് കുറച്ചുകൂടെ നല്ല ഷോയാണ്. മീൻസ് നല്ല എടുപ്പാണ് ആ ലോക്കറ്റ്. അതിന് ആ നെക്ലസിന് കുറച്ചുകൂടെ ഭംഗി ആ ലോക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ ലോക്കറ്റ് കണ്ടില്ലേ തിളങ്ങുന്നത്? അതുപോലെ നല്ല ഫിനിഷിങ്ങാണ് വർക്ക്. നല്ല തിളക്കമാണ്. പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു ഡിസൈനാണിത്. പിന്നെ വരുന്ന മോഡൽ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള ഐറ്റമാണ്. അതിൻ്റെ താഴെ കുറച്ച് മുത്തുകളുണ്ട്. അതിങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ചെറിയ മിന്നൽ ചെയിനാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ അഡീഷണൽ വർക്കുകളൊന്നുമില്ല. ആ ചെയിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും തിളക്കവും പിന്നെ താഴത്ത് വരുന്ന ആ ഒരു മുത്ത്. പക്ഷേ വളരെ ക്യൂട്ടായിട്ട് നല്ല രസമായിരിക്കും സംഭവം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ തൂക്കം അറിയാമല്ലോ, ജസ്റ്റ് 680 മില്ലി, 1/2 ഗ്രാമിന് മുകളിലാണ് തൂക്കം വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി അതിന് കാണുന്നുണ്ട്. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോഡിയം അതുപോലെ തന്നെ യെല്ലോ ഗോൾഡ് മിക്സ് വരുന്ന കുറച്ച് ബോളുകൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ചെറിയൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു 4-3 ചെറിയ കണ്ണികൾ വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഒരു 3 ബോളും വെച്ചിട്ട് ബാക്കി ഈ പറഞ്ഞ പോലെ മിന്നൽ ചെയിൻ്റെ മോഡൽ ഒരു ചെയിനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മുമ്പ് കണ്ട 2 ഡിസൈനിലും കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതൊരു പ്രത്യേക ഭംഗി, അതുപോലെ തന്നെ അതിൻ്റെ റോഡിയം മിക്സ് തന്നെ ഒരു പ്രത്യേക ഫിനിഷിങ് എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ വെച്ച് അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു ഭംഗി കുറച്ചുകൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവസാനത്തെ ഐറ്റം ഇതാണ് ഞാൻ മെയിനായിട്ട് വാലൻറ്റൈൻസ് ഡേക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല, ബോംബെയിൽ നിന്ന് വരണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉള്ള കാരണം ലേറ്റ് ആയിപ്പോയി. ഇത് ചെറിയൊരു ഹാർട്ടിൻ്റെ
ഷേപ്പിൽ പ്ലെയിനായിട്ട് കമ്പി വെച്ചൊരു ഹാർട്ട് ഷേപ്പും പിന്നെ അതിനകത്തൊരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതും ഈ പറഞ്ഞ 3/4 ഗ്രാം 650 മില്ലി 700 മില്ലിയൊക്കെയാണ് അതിൻ്റെ തൂക്കം വരുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വളരെ കാഴ്ച കൂടുതലുള്ളൊരു ഐറ്റമാണ്. 18 ക്യാരറ്റ് ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ വെയിറ്റ് ചെയ്തുള്ളൂ. കാരണം ഈ 600 മില്ലിയൊക്കെ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന ചെറിയ കല്ലിൻ്റെ അത്രയും ഉണ്ടാവുള്ള സംഭവം. അതാണ് ഇവർ വലിച്ചു നീട്ടി നിങ്ങൾ ഇങ്ങനെയാക്കി തരുന്നത്. അപ്പോൾ അതിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള ബലേ അതിന് കാണത്തുള്ളൂ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കളക്ഷന് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ടാണ് നമ്മളിത് വാലൻറ്റൈൻസ് ഡേക്ക് പ്രത്യേകം പറഞ്ഞത്. പക്ഷേ സംഭവം ഡിലേ ആയിപ്പോയി. ബോംബെയിൽ നിന്ന് വരേണ്ട ഒരു താമസമുള്ളതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും വാലൻറ്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഇനിയും കൊടുക്കാം. നമുക്ക് എല്ലാ ദിവസവും വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്നതിന് തെറ്റില്ലല്ലോ. അപ്പോൾ ഇത് കാണിച്ച് ഈ കളക്ഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഓൺലൈനായിട്ടുള്ള ഡെലിവറി നമുക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നിങ്ങൾക്ക് സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കളക്ഷനൊക്കെ കാണണമെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് 18 ക്യാരറ്റ് അതുപോലെ തന്നെ 22 ക്യാരറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. 18 ക്യാരറ്റും 22 ക്യാരറ്റും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് രണ്ടും ഗോൾഡ് തന്നെ. 18 ക്യാരറ്റ് ആകുമ്പോൾ പ്യൂരിറ്റി കുറവാണ്, 22 ആകുമ്പോൾ പ്യൂരിറ്റി കൂടുതലുള്ളത്. അപ്പോൾ 22 ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, പണയം വയ്ക്കാനായിട്ട് മെയിനായിട്ട് പണയം വയ്ക്കാനായിട്ട് 22 ക്യാരറ്റാണ് വരുന്നത്. 18 ക്യാരറ്റ് അങ്ങനെ പണയം എടുക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. പിന്നെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 1000-1100 രൂപയുടെ ഡിഫറൻസ് രണ്ടിൻ്റെ റേറ്റ് തമ്മിലുണ്ടാവും. ഡയമണ്ട് ആഭരണങ്ങളും നമുക്ക് 18 തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ കാര്യം, അതായത് സ്വർണ്ണവിലയുടെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ അങ്ങനെ വലിയ അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ, അതായത് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് 18 ക്യാരറ്റിലാണ്. അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ മാക്സിമം ആളുകൾക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.